അപ്പോൾ എസ്റ്റിമാറ്റിക് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും ഇല്ല. നോക്കിയാൽ ഒന്ന് മനസ്സിലാകുന്നുണ്ടാ? ഇല്ല, അത് കുറേ അടുത്ത് ഇങ്ങനെ ആഡ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഇരുന്നു നമ്മള് ബേസിക് ഇലക്ട്രോണിക്സ് പഠിച്ച ഓർമ്മ വേണ്ട? ഇതാണ് ബാറ്ററി സയൻസ് എന്ന് പറയുന്നത്. എങ്ങനെയാ കൊടുത്തിട്ടുള്ള ബി ബാറ്റ് എന്നൊരു ലൈന് എവിടെ പോകുന്നുണ്ട്? ചാർജിങ് ഐസി പോകുന്നുണ്ട്. ബി ബാറ്റ് അല്ല ഗ്രൗണ്ടിൽ നിന്ന് ഒരു കണക്ഷൻ എവിടെ പോകുന്നുണ്ട്? ഐസിയിലോട്ട് പോകണം. ഈ രണ്ട് കണക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് വി ബാറ്റ് സെൻസ്. ഈ സെൻസിങ് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താ കംപ്ലൈന്റ് ആയിരുന്നത്? നമ്മൾ സെറ്റ് ഓൺ ആക്കുന്ന സമയത്ത് ജസ്റ്റ് ബാറ്ററി ലോഗോ വന്നിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് ബ്ലിങ്ങിങ് ലോഗോ ജസ്റ്റ് ബ്ലിങ് ആയിട്ട് പോകും. അതല്ലാന്നുണ്ടെങ്കിൽ ചില മോഡൽ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഡീബഗ് മോഡുന്ന് എഴുതിയിട്ട് വരും. കണ്ടില്ല? ഡീബഗ് മോഡ്. ഇപ്പോൾ പഴയ മോഡലിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് തന്നെ ഒരു സ്ക്രീനിൽ എഴുതിയിട്ടുണ്ടാവും ഡീബഗ് മോഡ്. ഇപ്പം നമ്മളെ കംപ്ലൈൻറ്റ് എന്താ? ബ്ലിങ്ങിങ് ലോഗോ, ബാറ്ററിൻ്റെ സിമ്പിൾ വന്നിട്ട് പോകും. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട സൊല്യൂഷൻ എന്തെന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സർക്യൂട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നതിനുള്ളത് നമുക്ക് പഠിക്കണം. ഈ ഒരു സർക്യൂട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനുള്ളതാണ് പഠിക്കേണ്ടത്. ഇത് രണ്ട് ടൈപ്പ് സർക്യൂട്ട് ഉണ്ടാവും. നമ്മൾ ഈ ഒരു സാധനം പഠിച്ച ഓർമ്മ ഉണ്ടാവും. ചാർജിങ്ങിൽ ഇത് പഠിച്ച ഓർമ്മ ഉണ്ടാ? ഇവിടെ ചാർജിങ്ങിൻ്റെ ഔട്ടിൽ റെസിസ്റ്റർ കൊടുത്തിട്ട് കണ്ട? എന്ത് റെസിസ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്? ഈ റെസിസ്റ്ററിന്റെ പേരെന്താ? ഫ്യൂൽ ഗേജ് ഐസിന്റെ പേരാ. മേലെ കൊടുത്തിട്ടുള്ള റെസിസ്റ്ററിന്റെ പേരെന്താ? എത്ര ടൈപ്പ് റെസിസ്റ്റർ ഉണ്ട്? 3 ടൈപ്പ് ഉണ്ട്. ഏതെല്ലാം? ഒന്ന് ഒച്ചത്തിൽ പറയാം.